കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിജയ് എപ്പോഴും സർപ്രൈസ് കൊടുക്കാറില്ലേ? അതെ. അങ്ങനെ കേരള പിറവി ദിനത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആ സർപ്രൈസിന് ഇപ്പം ഏകദേശം 1 വയസ്സാകാൻ പോവാണ്. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇല്ല, വെഡിങ് ആനിവേഴ്സറി വന്നിട്ട് ഗിഫ്റ്റ് ഇല്ല. അപ്പൊ പറഞ്ഞു ഞാനേ ഒരു ഗിഫ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ ഗിഫ്റ്റ്? ഞാൻ പെടുന്ന ഒരു മുറിയുടെയും 3 സെന്റിന്റെയും താക്കോല് ഞാനും ഏൽപ്പിക്കും. എന്റെ അച്ഛൻ ഒരുപാട് കടമൊക്കെ വന്നു, വീടൊക്കെ ജപ്തിയുടെ അവസ്ഥയിൽ വന്നു. 2 പെങ്ങന്മാര് വിവാഹം കഴിച്ച് അയച്ചു. അപ്പൊ അതിന്റെ കടങ്ങള് LLB പഠിക്കാൻ വന്നപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു മക്കളെ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ഇടയില് നന്നായിട്ട് കള്ളം പറഞ്ഞ് ബലിപ്പിക്കാൻ അറിയുന്ന ആർക്കാണ്? ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കണം. Cadbury ice cream love has many flavors and East Tea co-presents Yanum India Alum co-powered by Pooja Ragini, Dazzler Eterna, way to stardom. ഞാനും എൻ്റെ ആളുടെ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിജയ് ആൻഡ് ശ്രുതി. നിങ്ങളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? ഇത്രത്തോളം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ ചേട്ടനെ മനസ്സിലാക്കണേക്കാളും കൂടുതൽ ചേട്ടൻ എന്നെ മനസ്സിലാക്കി കാണും. കാരണം ഞാൻ സാധാരണ പറയുന്നത് സ്ത്രീകളെ മനസ്സിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാ പറയുന്നത്, അല്ലേ? എനിക്ക് അതിൽ വലിയ താല്പര്യമായിട്ട് ഞാൻ എളുപ്പം മനസ്സിലാക്കാറുണ്ട്. കാരണം ഞാനിപ്പം ഒരു കാര്യമില്ലാണ്ട് ഞാൻ പുറത്ത് നല്ല സന്തോഷമൊക്കെ ആയിട്ട് എത്ര അഭിനയിച്ച് ഇരുന്നാലും ഉള്ളിൽ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും നീ എന്തോ ഡൗൺ ആണല്ലോ. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ശരിയായിരിക്കും. അതിപ്പോ വിജയല്ലേ ഇപ്പൊ ഞങ്ങള് കണ്ടാലും ചോദിക്കും. അതെ, ശ്രുതി ഇവിടെ സന്തോഷം അഭിനയിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ 2 ആഴ്ചയായിട്ട് കണ്ട ആൾക്കാർ ആര് കണ്ടാലും ചോദിക്കും ഇതൊക്കെയാണോ കുട്ടി മനസ്സിലാക്കുന്ന ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ചേട്ടാ ഇതൊക്കെ വലിയ കാര്യമെന്ന് വിചാരിച്ചൊഴിക്കുന്നവരുടെ മുമ്പിൽ ഇതൊന്നും പറഞ്ഞു ഉടക്കരുത് ചേട്ടാ. അത് ശ്രുതി പെട്ടെന്ന് അല്ലെ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് അങ്ങനത്തെ ഒരു ഫീൽ ലൈക്ക് ഒരുപാട് വലിയ കള്ളത്തരം ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഇല്ല. എനിക്ക് കള്ളത്തരം അങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ. പക്ഷെ ചേട്ടന് നല്ല പറ്റിക്കും, അതുകൊണ്ടല്ലേ സർപ്രൈസ് എന്നെ പറ്റിച്ചിട്ട് കൊണ്ടുപോയേ. പക്ഷെ എനിക്കിത് പറ്റില്ല. ഞാൻ ഈ സർപ്രൈസ് തരാന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഞങ്ങള് ഹാൻഡ് കാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഞാൻ എന്റെ കിറ്റ് ഒക്കെ റെഡി ആക്കിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി സർപ്രൈസ് ആയിട്ട് നമ്മളെ കൈ ഇതൊക്കെ ചെയ്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് പാളിപ്പോയി. ഞാൻ എല്ലാം കൂടി ഇട്ട് കലക്കിയപ്പോ എല്ലാം കൂടി അങ്ങ് കട്ടയായി പോയി. അങ്ങനെ എനിക്കത് ഭയങ്കര വിഷമായി പോയി. കാരണം എല്ലാം കൂടിയുള്ള തിരക്കില്ലേ, മക്കളുടെ എല്ലാം കൂടെ തിരക്കിൽ എനിക്ക് ആ കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിൽ ഇളക്കാൻ പറ്റിയില്ല. ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ചേട്ടൻ്റെ 1-2 പേരെ ഫോൺ വിളിച്ച് ചോദിച്ച് ഒരു ഡെന്റൽ ലാബിൽ പോയിട്ട് അതിനുള്ള മെറ്റീരിയൽ, അതായത് കലക്കിയിട്ട് ഞാൻ കൊളാക്കിയ സാധനം ഉണ്ടല്ലോ, അത് ചേട്ടൻ മേടിച്ചു കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അതെ, സംഭവം വീട്ടിലിരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും സമയം കിട്ടുമ്പോ വേണം. ഇവിടെ അർജുന്റെയും മാധുവിന്റെയും കൂടെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോട് ഇരിക്കുമ്പോൾ എന്തിനാ ഇത്ര അത്ഭുതം? ഞാൻ ഇത് ചെയ്യാൻ നോക്കിയതല്ലേ. വിജയ്ക്ക് എന്താ തോന്നുന്നത്, എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലാന്ന് ഇവിടെ ചെന്നാലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അല്ല, എത്രത്തോളം സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ കേറ്റിറക്കങ്ങളുള്ള സ്വഭാവമുള്ള ആളാണ് ഞാൻ. കുറച്ച് വേരിയന്റ് ആണ് എന്റെ സ്വഭാവങ്ങൾ. എങ്ങനെയാണെന്നുള്ളത് ചിലപ്പം കൂട്ടുകാർക്കൊക്കെ ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് ഞാൻ അത്രയും സ്വാതന്ത്ര്യം എടുക്കത്തില്ല. ഒരു വലിയ പരിധി വരെ എടുക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ എല്ലാവർക്കും കാണുമല്ലോ ഇങ്ങനെ വേരിയന്റ് സ്വഭാവം. പക്ഷെ നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് തറയാണ്, നമ്മൾ കുറച്ച് ഫ്രോഡാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഉള്ളിലൊരു സെൽഫ് ജഡ്ജ് ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും നാളൊരു വലിയ ജേർണിയിൽ. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലെല്ലാം ആൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പൊ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് 100% സ്യൂട്ടബിൾ അല്ലേ. വിജയ് എപ്പോഴും സർപ്രൈസ് കൊടുക്കാറില്ലേ? അതെ. അങ്ങനെ കേരള പിറവി ദിനത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കേരള പിറവി ദിനത്തിന് ഒരു 8 ദിവസം 9 ദിവസം മുമ്പേ ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആടാറ് സർപ്രൈസ് ആയിരുന്നു. എന്തോ അതെന്തായിരുന്നു?
അതിപ്പം ആ സർപ്രൈസിന് ഇപ്പം ഏകദേശം 1 വയസ്സാകാൻ പോവാ, ഒരു കുഞ്ഞ. അപ്പൊ കേരള പിറവിക്കല്ല, കുഞ്ഞിന്റെ പിറവിക്കാണ് സർപ്രൈസ് കൊടുത്തത് അല്ലേ? അല്ല, ആ പിറവിക്ക് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. കാര്യം സാധാരണ നമ്മുടെ നാട്ടില് ലേബർ റൂമിലോട്ട് നമുക്ക് സാധാരണ നമ്മളെ ഹസ്ബൻഡ്സിനെ ഒന്നും ഭർത്താക്കന്മാരെ കയറ്റത്തില്ല. അപ്പൊ ഡോക്ടർ പറയും അതുവരെ ഉള്ളൂ. കാര്യം ഇവർക്ക് ഒന്നീ നമ്മളെ ലേബർ ഇൻഡ്യൂസ് ചെയ്യും, മെഡിസിൻ കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്യും, അതിനുശേഷം അവർ കൊണ്ടുപോകും, പിന്നെ നമുക്ക് കുഞ്ഞായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സംഭവത്തിന് ഒരു വ്യത്യാസം, അതായത് എനിക്കറിയാം ആ സമയത്ത് കൂടെ സപ്പോർട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പം തുടക്കത്തിലെ ഒരു ഡോക്ടറിനെ കണ്ടുവച്ചു, അവരുടെ അടുത്ത് കാര്യം സംസാരിച്ചു. കുറെ 2-3 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കേട്ടോ, ഗൈനക്കോളജിൻ്റെ അടുത്ത്. കാര്യം തിരുവനന്തപുരം ഏരിയയിലുള്ള എല്ലാ ഗൈനക്കോളജിസ്റ്റിനും ഏകദേശമൊക്കെ കണ്ടു, പല ഹോസ്പിറ്റലിലും ചെന്നു. അപ്പൊ അവിടെയൊക്കെ ചെന്ന് കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സമ്മതിക്കണം. അപ്പൊ അവര് അതൊന്നും നടക്കത്തില്ല, ലേബർ റൂമില് ഹസ്ബൻഡിനെ അലോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മിക്കയിടത്തും സമ്മതിക്കുന്നില്ല. അത് സമ്മതിക്കുന്ന വളരെ റയർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസേ ഉള്ളൂ. പക്ഷെ ഇതൊരു 4-5 കൊല്ലം മുമ്പുള്ള ഒരു കഥയാട്ടോ. അപ്പം മോന്റെ ഡെലിവറി ടൈമില്ല, അപ്പോഴൊരു ആ പിറവിക്കൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഒരു ഡോക്ടർ സമ്മതിച്ചു. ആ സമയത്ത് അതൊക്കെ നമുക്ക് നോക്കാം, നമ്മൾ ശരിയാക്കി തരാം. പക്ഷേ നമ്മൾ ഈ ലേബറിന്റെ ആ സമയമായപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി 11 മണിക്കാണ് അഡ്മിറ്റ് ആകുന്നത്. പക്ഷേ ഡേറ്റ് എങ്ങാണ്ട് അടുത്തുകൊണ്ട് അവർ ലേബർ ഇൻഡ്യൂസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ലേബർ ഇൻഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് 4 മണിയായപ്പോൾ ആളെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ നോർമലി കൂടെ നടക്കുകയാണ്, നമുക്ക് കയറാമല്ലോ. അവിടെ വന്നപ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ ലേബർ റൂം സ്റ്റാഫൊക്കെ എന്ന് പറയുന്നത് അത് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മന്ത്രിയുടെ മകൾ അകത്ത് കിടക്കുകയാണ് ലേബർ റൂമിൽ, അപ്പം നിങ്ങളെയും കൂടെ അലവ് ചെയ്ത്. ഞാൻ പറയുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എൻ്റെ അടുത്ത് ഇത് പറയാൻ പറ്റത്തില്ല, ഇത് വളരെ മോശമാണ് കാണിക്കുന്ന കുറേ ബഹളമൊക്കെ വെച്ചപ്പോഴത്തേക്ക് തൽക്കാലം അവർ ആത്തിയേറ്റിട്ട് നമുക്കൊരു കർട്ടൻ സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതല്ല എൻ്റെ കാര്യം. അത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു രാവിലെ 4 മണി തൊട്ട് അടുത്ത ദിവസം 4 മണി വരെ ഇവരെടുക്കുന്ന പെയിൻ, അതായത് തലേന്ന് തൊട്ടേ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ഈ അനസ്തീഷ്യൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരിപ്പം എന്താ പറയുക NPO സ്റ്റാറ്റസിലായിരിക്കണം അല്ലേ ഡോക്ടറെ, അല്ലേ നത്തിങ് പേരന്റ് അല്ലേ ഓർലി, അങ്ങനെ എന്താ ഒരു സ്റ്റാറ്റസിലായിരിക്കണം, ഒന്നും കഴിച്ചുകൂടാ. അപ്പം ഫുള്ളി ടയേർഡാണ്. ഈ ലേബർ പെയിൻ ഉൾക്കൊണ്ട് പുഷ് ചെയ്യാനുള്ള നിങ്ങൾ പറയും. അപ്പോൾ ബേബിക്ക് വെയിറ്റ് കൂടുതലാണെന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറും IV ഫ്ലൂയിഡ്സിൽ നിങ്ങൾ ആ ഒരു 12 അവേഴ്സ്, ഒരു 14 മണിക്കൂർ ഇവരെടുക്കുന്ന ആ യാത്ര ശരിക്കും ആ സമയത്ത് ഞാൻ വിഷമിക്കുന്നുണ്ട്. ആളെ കാണുമ്പോൾ ഞാൻ പെയിൻ എടുക്കുമ്പോൾ കിടന്നോണ്ടേ എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല സുഖം എന്ന് പറയും. അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ പെയിൻ ആയിട്ട് അവിടെ കിടക്കുമ്പോൾ കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ചേട്ടനെ കണ്ണവിടെ കുറച്ച് അവിടേക്ക് അകത്ത് കയറ്റി വിട്ടത്. അപ്പൊ ഇയാളുടെ മുഖമൊക്കെ അങ്ങനെ ആകെ ടെൻഷനായിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. പിന്നെ എന്റെ കൂടെ അങ്ങനെ നിന്നു. പിന്നെ അടുത്ത് പറഞ്ഞു നമുക്ക് സിസേറിയൻ വേണ്ടി വന്ന എനിക്ക് ആലോചിക്കാൻ വയ്യ, നിന്റെ വയറ്റിൽ കത്തി വെക്കണമെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും നിനക്കൊന്ന് പെയിൻ വരട്ടെ. അപ്പൊ എനിക്ക് പെയിൻ വരുന്നുണ്ട്, പക്ഷെ വേണ്ടത്ര കൺട്രാക്ഷൻസ് വരുന്നില്ല. അപ്പം അവസാനം അവർ പറഞ്ഞു വാട്ടറും ബ്രേക്ക് ആയി പോയി. അപ്പൊ പിന്നെ എല്ലാം കൂടി അവർ പറഞ്ഞു 12 അവേഴ്സ് ആയി, അപ്പൊ ഇനിയിപ്പം എന്തായാലും സിസേറിയൻ കുഞ്ഞിന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്താൽ കുഞ്ഞിനെ അത് അഫക്ട് ചെയ്യും. കാര്യം അത്രയും സ്ട്രെസ് കുഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അതെ, ആ ഒരു സമയത്തെന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ വലിയൊരു എനിക്ക് നല്ലോണം അറിയാം, ബിക്കോസ് എന്റെ ഹസ്ബൻഡ് ലേബർ റൂമിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വലിയൊരു സമാധാനമാണ്. അല്ല ശരിക്കും എല്ലാ ഹോസ്പിറ്റൽസിലും അത് അലോ ചെയ്യണം. ഈവൻ ശരിക്കും അത് അതായത് കൂടെ നിൽക്കാൻ ധൈര്യമുള്ള ഭർത്താക്കന്മാരാണെങ്കിലും ധൈര്യമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അത് കൂടെ നിന്ന് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്റെ ഹസ്ബൻഡ് ബ്ലഡ് കണ്ടാൽ തല ഇറങ്ങുന്ന ആളാണ്, പക്ഷെ ആൾ എന്റെ കൂടെ വന്ന് നിൽക്കാന്ന് സമ്മതിച്ചു. ആൻഡ് കുഞ്ഞിനെ ആദ്യമായിട്ട്, അതായത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് ആ ചോര കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ കുഞ്ഞിനോടുള്ള ഒരു കണക്ഷനും ഇത് കഴിയുമ്പോൾ പുള്ളി പറയാറുണ്ട് എനിക്ക് നിന്നോട് തന്നെയുള്ള മൊത്തത്തിലുള്ള പെർസ്പെക്റ്റീവ് മാറി. സത്യം. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് കാണുമ്പോഴേക്കും ആ അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് തന്നെയുള്ള ഒരു നമ്മുടെ അപ്രോച്ച്. ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ശ്രുതിയെ അത് ചെയ്ത് അവള് മോശമാണ്, പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ അന്നെടുത്ത പെയിൻ അയ്യോ ഒന്നും വേണ്ട, ഇതിനെ എല്ലാം പുറത്തു കളയാൻ നമ്മളങ്ങ് വിചാരിക്കും കേട്ടോ. അത്രയ്ക്ക് വലിയൊരു ജേണിയാണ് ആള്. അല്ല അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ആ കേരള പിറവിക്ക് ഒരു 8 ദിവസം മുമ്പ് ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ ജയിച്ചു നിത്യ. അപ്പൊ ചെറിയ ആൾക്ക് ഇപ്പൊ എത്രയായി? ചെറിയ ആൾക്ക് ഇപ്പോഴേ ഇന്ന് 1-ാം പിറന്നാളാണ്. ഞാൻ ഇവിടെ ആരുടെ പറഞ്ഞില്ല, കാര്യം ഇങ്ങനൊരു ലൊക്കേഷനിൽ നമ്മൾ അത് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും അയ്യോ അതെന്താ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ, ഇതൊക്കെ അറിയിക്കണ്ടേ? സന്തോഷമുള്ളതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു നമുക്ക് ഒന്നും മേടിക്കാനല്ലേ, ഇവിടെ ഉച്ചക്ക് ഫുഡ് ഉണ്ട്, രാവിലെ എല്ലാം ഇവിടെ ഉണ്ട്. വൈകിട്ട് മതി. കുഞ്ഞിന്റെ പേരെന്താ? കുഞ്ഞിന്റെ പേര് മാല എന്നൊക്കെ പറയാൻ ഇപ്പൊ നിർവാഹമുള്ളൂ. കുഞ്ഞിന് ഇതുവരെ ഒഫീഷ്യലി പേരിട്ടിട്ടില്ല. 1 വയസ്സായിട്ടോ? അപ്പൊ അതില് ഡോട്ടർ ഓഫ് ശ്രുതി എന്ന് ഇപ്പോഴും പേര് നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോഴും കിടക്കുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പേര് കൊടുത്തിട്ടില്ല. ആക്ച്വലി മോന്റെയും അങ്ങനെ തന്നെയാണ്. നമുക്ക്
കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മോന്റെ പിള്ളേർക്ക് പേര്. ഇതുവരെ പേരില്ലെന്നാണോ പറയുന്നത്? ഇതുവരെ ഇല്ല. രണ്ടുപേർക്കും ആദ്യത്തവനും ഇതുപോലെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. പക്ഷേ ഇപ്പൊ സ്കൂളിൽ ചേർക്കുമ്പോഴും 1ാം ക്ലാസ് ആകുമ്പോൾ മതിയും തോന്നി ബർത്ത് സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് തിങ്സ്. അതുവരെ ഇപ്പൊ സൺ ഓഫ് ശ്രുതി എന്ന് പറഞ്ഞാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അപ്പം കാര്യം ആദ്യത്തെ മോന് പേരിടുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാര്യം ഈ പറഞ്ഞ പോലെ ഈ സെലക്റ്റീവ്നെസ്, ഞാൻ കിടന്ന കൺഫ്യൂഷനാണ്. ആ പേര് വേണോ, ഈ പേര് വേണോ, ഏത് പേര് വേണോ എന്ന് മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷൻ. അപ്പം ഈ പിള്ളേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിടും. അങ്ങനെ അവസാനം ഞാൻ ലാൻഡ് ചെയ്തൊരു ന്യൂമറോളജിസ്റ്റ് ഒക്കെ വഴി ഒരു പേരിൽ ലാൻഡ് ചെയ്തു. എന്റെ കുഞ്ഞിന്റെ പേര് ഭീം എന്നാണ്. BHEEM. ഭീം. 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 ചോട്ടാ ഭീമിലെ വെറും ഭീമാണ്. ഭീം വിജയ് കുമാർ എന്നാണ് അവന്റെ പേര്. അപ്പൊ വെളിയിൽ എവിടെ ചെന്നാലും എന്റെ പേര് പോലും വിളിക്കുന്നില്ല. ഭീമന്റെ അച്ഛൻ വന്നിട്ട് അവന്റെ പൊടിയൊട്ടി കൊടുക്കുക, ഭീമന്റെ അച്ഛൻ വന്ന സാധനം എടുത്ത് കൊടുക്കും. മൊത്തത്തിൽ ഭീമന്റെ അച്ഛൻ അല്ലെങ്കിൽ ഭീമന്റെ നമ്മുടെ നാട്ടിലോട്ട് ഭീമന്റെ തന്ത ഒന്നെന്ന് പറയും. ആ ലെവലിലാണ് ഇപ്പൊ പറയുന്നത് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരിടാനായിട്ട് അപ്പൊ ഈ പേരിടുന്ന ദിവസം എന്തെങ്കിലും 28-ന് എന്തെങ്കിലും വിളിക്കണമല്ലോ. അപ്പൊ അമ്മൂമ്മയുടെ പേര് വിളിച്ച് തൽക്കാലം അതങ്ങ് ഒതുക്കി നിർത്തി. അമ്മൂമ്മയുടെ പേര് പാർക്കുട്ടി എന്നായിരുന്നു. അപ്പൊ ഇവളെ നമ്മൾ പാറു വിളിക്കുന്നത്. ഇപ്പൊ വീട്ടില് പാറു ഒഫീഷ്യൽ ഇട്ടിട്ടില്ല. നമ്മുടെ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ കല്യാണം കഴിപ്പിക്കുന്നു, ഫസ്റ്റ് നൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒരു പേരിടലാണോ വലിയ വിഷയം? പേരിടണാണോ പ്രശ്നം? നമുക്ക് പാറുകുട്ടിക്ക് ഒരു പേരിടണം. പേരിടും. അവർ സമ്മതിച്ചു. ജോണി ചേട്ടാ, പാറുകുട്ടി എന്ന് മാത്രം പേരുള്ള പാറുകുട്ടിയാണ്. പാറുകുട്ടിക്ക് ഒരു ഒഫീഷ്യൽ പേര് വേണ്ടേ? തീർച്ചയായിട്ടും പേരിടാം അല്ലെ നമുക്ക്? ആദ്യത്തെ കാര്യം ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ നമ്മൾ തുടങ്ങിയ ദിവസം തൊട്ട് നമ്മൾ പറയുന്നത് നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ ഇവിടെ ഇന്നിപ്പോ പാറുകുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബക്കാർ കൂടിയിട്ട് കേക്ക് മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മര്യാദയല്ല. നിങ്ങൾ പോയി പാറുകുട്ടീനെ ഒരുക്കിക്കൊണ്ട് പോയോ, നമുക്ക് കേക്ക് മുറിച്ച് ഇത് ആഘോഷിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. കനവുകൾ തേയ്താതെன்று കലങ്കിടക്കൂടാതെன்று ദിനം ദിനം இரவு வந்து தூங்கச் சொல்லியதே எனக்கென உன்னை தந்து உனக்கிரு கண்ணை தந்து அதன் வழி எனது காணா காணச் சொல்லியது நீ அடம் பிடித்தாலும் அடங்கி போகின்றே உன் மடி மெத்தை மேல் மடங்கிக் கொள்கின்றே தனத்தான தரணம் தம் தனத்தான தரணம் தம் தனத்தான தரணம் தம் തനത്താന തരണം തം. അപ്പൊ നമുക്ക് പാറുകുട്ടിയുടെ 1ാം പിറന്നാള് ആഘോഷിക്കാം. കേക്ക് മുറിക്കാം. അപ്പൊ കേക്ക് മുറിച്ചിട്ട് നമ്മൾ പേരിടുന്നോ അതോ പേരിട്ടിട്ട് കേക്ക് മുറിക്കുന്നു? ഇപ്പൊ പറഞ്ഞോ. നമുക്ക് പേരിട്ടിട്ട് അല്ല, ആ പേരിലൊരു കേക്ക് മുറിക്കാം അല്ലേ? ആദ്യം പേരിടാം. അല്ല, ഞാനൊരു പേര്, അതായത് ഞാൻ കുറച്ച് ഇപ്പം വളരെ നല്ലൊരു ഒക്കേഷനാണ് ഇത് ചോദിക്കാൻ. ഇപ്പം ജോണി ചേട്ടനുണ്ട്, നിത്യയുണ്ട്, പിന്നെ എല്ലാ ജീവിതത്തിന്റെ പല തുറകളിൽ നിന്നുള്ള ഒരുപാട് എക്സ്പെർട്ടൈസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ 7 പേരടുത്ത് നിന്ന് ചോദിച്ചിട്ട് ആ പേരിനൊരു ഓക്കെ. ഇപ്പൊ ബി പോലെയല്ല, ഞാൻ കുറച്ചുകൂടെ കോഷ്യസ് ആണ്. ഇപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാണ് ആ പേരിടുന്നത്. അല്ല, ഇപ്പൊ അതിനൊരു എതിരഭിപ്രായം ഉണ്ടല്ലോ, ഇതിനങ്ങനെ വരില്ലെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ പേര് ഞാനിപ്പോ ഡിക്ലെയർ പറയാം. എനിക്കൊന്ന് ശ്രുതി അത് പറയട്ടെ പ്ലീസ്. ഞാൻ പറയണോ? ശ്രുതി പറയൂ. മോൾക്കിടാൻ വെച്ച പേര് നളന്ദ വിജയ് കുമാർ. നളന്ദ എന്നാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെങ്ങനെ അതിന്റെ ഒരു സ്വീകാര്യത? വിജയ് നല്ല പേരാണ്, കേൾക്കുമ്പോൾ ഒരു ഇമ്പമുണ്ട്. പിന്നെ വലിയ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒത്തിരി ഉയരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് സർവകലാശാല. അപ്പോ തീർച്ചയായിട്ടും ആ കുട്ടി വിദ്യാഭ്യാസപരമായും സമൂഹത്തിന് നല്ല രീതിയിൽ, സമൂഹത്തിന് മോശമൊന്നും കേൾപ്പിക്കാതെ നല്ല രീതിയിൽ പ്രതിബദ്ധതയോടുകൂടി വളരുന്ന ഒരു കുട്ടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പേര് നമ്മളൊന്ന് ഒഫീഷ്യലി ഉറക്കം വിളിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വേദിയിലേക്ക് വന്നാൽ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഞാനും എൻ്റെ ആളുടെ വേദിയിലെ മറ്റൊരു മനോഹരമായ ഒരു മുഹൂർത്തമാണ്. ഇതെല്ലാ കാലത്തും എന്താണ്, മോളുടെ ലൈഫിലാണെങ്കിലും എല്ലാ കാലത്തും കാണാൻ മാത്രം ഉള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്.
ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു മൊമെന്റ് വിജയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ വിജയ് ആൻഡ് ശ്രുതി ഔപചാരികമായിട്ട് കുഞ്ഞിന് പേര് വിളിക്കൂ. ഞങ്ങളത് വിറ്റ്നസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഒരുപാട് ഭയങ്കര കട്ടയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും പേര് അടിപൊളി, ഗ്രാൻഡ് ആണ് അത്. താങ്ക് യു, ഭയങ്കര സംഭവം, അടിപൊളി, ഗ്രേറ്റ്. അപ്പൊ വിളിച്ചോളൂ, താങ്ക് യു. അപ്പൊ മോളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ചേട്ടാ ഇങ്ങനെയല്ലേ വിളിക്കണം? ഒരു കാത് പൊത്തിയിട്ട് മറ്റേ ഒരു എടാ ചക്കര നിന്റെ പേര് കേക്കണ്ടേ? ഓക്കെ 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 ചപ്പി. ഇത് നമ്മളെല്ലാരും കൂടെ എല്ലാ അച്ഛനും അമ്മമാരും കൂടെ എല്ലാരും ചേർന്നിട്ട് റെഡി 1 2 3 we go. ആരിരോ ആരാരിരോ ഇത് തന്തയിൻ താലാട്ട് ഭൂമിയെ പുതിതാനലെ ഇവൾ മഴലയിൻ മൊഴി കേട്ട്. അപ്പോ ആ പേരിടൽ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ചടങ്ങ്, അതായത് അവളുടെ ലൈഫ് ലോങ് അവളുടെ കൂടെ ഉണ്ടാവുന്ന ഒന്ന് നമുക്ക് ഈ വേദിയിൽ വെച്ച് കൊടുക്കാൻ പറ്റി. അതൊരു ബ്ലെസ്ഡ് മൊമെന്റ് തന്നെയാണ്. അപ്പൊ 1ാം പിറന്നാളുകാർക്ക് ഇനി എന്താ വേണ്ടത്? ഒരു കുഞ്ഞു കേക്ക് നമുക്ക് കട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കേക്ക് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേരിട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പാറുക്കുട്ടിയുടെ 1ാം പിറന്നാളാണ്. അതിന്റെ കേക്ക് നമ്മൾ എല്ലാവരും കൂടി ഈ ഒരു വേദിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോ ഞാനും എന്റെ ആളും ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഉണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് ഒരുപാട് 100 പിറന്നാളുകൾ അവള് ആഘോഷിക്കട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ വേദിയിൽ വീണ്ടും ചില ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് സംബന്ധിച്ച് നമ്മളിപ്പോ ഈ വേദിയിൽ വെച്ച് പേരിടാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും വിജയും ശ്രുതിയും അത് 100 മനസ്സോടെ സമ്മതിച്ചുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു മൊമെന്റ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല. അവരോട് ഞങ്ങൾ ഫാമിലി ഫംഗ്ഷൻ ആയിട്ട് നടത്താനിരിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞാൽ തീർന്നേനെ. പക്ഷേ അത് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കും അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കെല്ലാം ശരിക്കും നടന്നത് ഫാമിലി ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഇത് കേരളം മുഴുവൻ ഒരു കുടുംബമായിട്ട് കണ്ട്, അല്ലെങ്കിൽ ഈ പ്രേക്ഷകർ ലോകത്ത് എവിടേക്കുണ്ട് അതെല്ലാം കണ്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഈ സന്തോഷം തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. അടുത്തതായിട്ട് നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത് അതിപ്രശസ്തനായ നമ്മുടെ ജോൾസൺ ബ്രോ, ഹരി പത്തനാപുരം ആൻഡ് സബിത ചേച്ചി. രണ്ടുപേരും കൂടെ വായോ. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ഇല്ല. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊക്കെ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹരിച്ചേട്ടന് പറ്റിയ ആളാണ് സബിത ചേച്ചി എന്ന് ലൈഫിൽ തോന്നിയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടാവില്ലേ? അങ്ങനെയുണ്ട്. കാരണം ഞാൻ പൊതുവെ ഒരു നേരത്തെ ജോബി ചേട്ടനെ പറ്റി പറഞ്ഞ പോലെ ഒരു മടിയനാണ്. മടിയൻ എന്ന് പറഞ്ഞാൽ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങുക, ഓഫീസുകളിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ പോവാറില്ല. അതൊക്കെ അങ്ങ് ചെയ്തോളൂ. കറണ്ട് ബില്ല് അടയ്ക്കണം, ഇവിടെ ഒന്ന് കുറ്റം പറയുന്നില്ലേ, വൈദ്യുതി ബില്ല്, വാട്ടർ ബില്ല്, അതിന്റെ ബില്ല് അടയ്ക്കണം. ഞാൻ എല്ലായിടത്തും ഞാനാണ് പോകുന്നത്. സബിത എനിക്ക് സമയമില്ല, എനിക്ക് ഫോൺ കോളുകൾ, എനിക്ക് വാട്സപ്പ് വീഡിയോ കോളുകൾ, ഇതെല്ലാം ചെയ്യണം. വീഡിയോ കോൾ ഉണ്ടോ? അതൊക്കെ ഉണ്ട് ആൾക്കാർ. അല്ല, അതിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. അത്രയ്ക്കൊന്നും പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല. അതെനിക്ക് നന്നായിട്ട് തത്വശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും ഞാനതൊന്നും വലുതായിട്ടൊന്നും ഉൾക്കൊള്ളാൻ നിൽക്കത്തില്ല. ഞാൻ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോഴ് ഹരിയണ്ണ പറയും എന്നോട്, ഇപ്പൊ ഹരിയണ്ണോട് തന്നെ പ്രണയം കാണിക്കണമെന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നെ പറഞ്ഞു.
പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അണ്ണൻ പറയുന്നത് എനിക്ക് പ്രണയമില്ല, ഇതൊക്കെ പുള്ളി പറയുന്നേ അത് എക്സ്പ്രസ് ചെയ്യാത്തതെന്നൊക്കെ. പക്ഷേ ബേസിക്കലി ഒരു മൂരാച്ചിയാണ് എന്നാണോ പറയാറ്? ഞാൻ അങ്ങനത്തെ എവിടെയോ കേട്ടിട്ടുള്ള പോലെ. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഈ വിവാഹ ജീവിതത്തിലോട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം അതിനുശേഷം എൻ്റെ അച്ഛനാണെങ്കിൽ 2 അനുജന്മാരെ പഠിപ്പിച്ചു, അവർക്ക് ജോലിയായി. എൻ്റെ 2 അപ്പച്ചിമാരുണ്ട്, 2 പേരും ടീച്ചേഴ്സാണ്. പിന്നെ അവരെയൊക്കെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കൊന്നും പിന്നെ അച്ഛൻ അതിനുശേഷം ഒരു 20-25 വർഷത്തോളം ഒരു ഫാൻസി സ്റ്റോറിൽ സെയിൽസ്മാനായിട്ട് നിന്നു. അവിടെ നിന്നുകൊണ്ടാണ് അച്ഛൻ ഈ ജീവിതമൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് LLBക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അച്ഛന് എന്നെ BEd പഠിച്ച് ടീച്ചറാക്കാൻ എന്നെ ഇഷ്ടം കേട്ടോ. എന്നുവെച്ചുകൊണ്ട് എനിക്ക് ഒരു ടീച്ചറാകാനുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ LLBക്ക് ആയപ്പോൾ എൻ്റെ അച്ഛന് ഒരുപാട് കടമൊക്കെ വന്നു. പിന്നെ കടം വന്ന് ആകപ്പാടി വല്ലാത്ത വീടൊക്കെ ജപ്തിയൊരവസ്ഥയിൽ വന്നു. കാരണം 2 പെങ്ങന്മാർ വിവാഹം കഴിച്ച് അയച്ചു. അപ്പോൾ അതിൻ്റെ കടങ്ങള്, പിന്നെ ഞാനൊരാള്. അപ്പോൾ LLB പഠിക്കാൻ വന്നപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു മക്കളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അപ്പച്ചിമാര് അപ്പം അവർ പറഞ്ഞു സാരമില്ല അവർ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. പുനലൂര പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഹരി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വരുമായിരുന്നു. പുള്ളി വരുന്നതിന് ഒരു പ്രദീപ് ഗുരുകുലം എന്ന പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ അവിടെ വന്നിരുന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ സ്ഥലമൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇപ്പം എനിക്ക് കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ദേവീ ഭക്തിയാണ്, പ്രത്യേകിച്ചും ഭദ്രകാളി. അപ്പം എനിക്ക് ആറ്റുകാല് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ മുടങ്ങാതെ പൊങ്കാല ഇടാൻ പോകും. അപ്പോൾ എനിക്ക് 27 വയസ്സായിട്ടും കല്യാണമൊന്നും ആവുന്നില്ല. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു പിന്നെ നീ ഇന്നെങ്കിലും പോയി ഒരു പൊങ്കാല ഇടുമ്പോൾ നീ ഒന്ന് പ്രാർത്ഥിക്കുക, ഈ വർഷമെങ്കിലും കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഇത് കണക്ക് പൊങ്കാലയൊക്കെ ഇട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കല്യാണം നടക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇനി വീട്ടിൽ വന്നു, കിടന്നൊക്കെ ഉറങ്ങി ഒക്കെ എണീച്ച് ഒരു ഉച്ചയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. അപ്പം ഹലോ സബിതയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ എൻ്റെ പേര് ഹരി എന്നാണ്, പത്തനാപുരത്ത് നിന്ന് വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അയ്യോ എന്തൊരെണ്ണ കാര്യം പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊരെണ്ണ കാര്യം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല അദ്ദേഹത്തിനെ. എന്നിട്ട് എന്നോട് ചോദിച്ച് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ എന്നെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നെ ഇടയ്ക്ക് വന്ന് കോടതി കണ്ടുപോകാൻ ഞാൻ അറിയുന്നില്ല. അപ്പോഴെന്നെ ഇഷ്ടമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നോക്കിയപ്പം കണ്ടപ്പം മാനിനാണെന്നൊക്കെ തോന്നി. മാനാണെന്നൊക്കെ തോന്നി. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. എനിക്കൊന്ന് ആലോചിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ആ സമയത്തിന് മുൻപിനാല് തന്നെ ഈ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ പെണ്ണ് ചോദിക്കാനായിട്ട്. ഞാനിത് വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. അവിടെ വന്നു, നിശ്ചയമായി. എൻ്റെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ, കാരണം ഈ പിറകെ നടക്കാനും പ്രേമിക്കാനും ഒക്കെ ആൾക്കാർ ഒരുപാട് കാണും. പക്ഷേ അത്രയും ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം എൻ്റെ വീട് എല്ലാം ജപ്തി അവസ്ഥയിലാവുന്നു. പിന്നെ ഞങ്ങളത് വിറ്റു. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നൊക്കെ വന്നൊരു പെണ്ണെടുക്കാനൊക്കെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആണ് അണ്ണൻ്റെ അച്ഛനും ഒക്കെ വന്ന് എന്നെ വന്ന് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ വിവാഹം കഴിക്കുന്നതൊക്കെ. അതിലൊക്കെ എനിക്ക് ഇതിപ്പോ പറഞ്ഞു വരുന്നത് പ്രപ്പോസലിന്റെ കാര്യമാണോ, അണ്ണനോടുള്ള സ്നേഹത്തിന്റെ കാര്യമാണോ? പറഞ്ഞു വന്ന ബോൾഡ് ആയത് എന്താണെന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് ആൾക്കാർ തിരിച്ചറിയാൻ പറ്റും. ഹരിയന്റെ ഫാമിലി എനിക്ക് വളരെ ഇഷ്ടമുള്ള, കാരണം ഒരു പാവം പിടിച്ച അച്ഛനും അമ്മയും. കാരണം അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു, കാരണം എല്ലാവർക്കും ഒരു ജനസമ്മതനായ ഒരു നല്ല മനുഷ്യനാണ്. കാരണം അടുത്ത ജന്മവും എനിക്ക് ഹരിയണ്ണനെ ഭർത്താവായിട്ട് കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഫാദറിലോ എനിക്ക് എൻ്റെ അമ്മായി അച്ഛനെ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് എൻ്റെ അമ്മായി അപ്പനായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റെ അച്ഛനേക്കാളും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഒരു ഇമോഷണൽ ട്രാക്കിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവർക്ക് ഒരു കുഞ്ഞ് ടാസ്ക് കൊടുക്കും, ഒരു കുഞ്ഞ്
ഗെയിം കൊടുക്കും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇവരായിട്ട് നമ്മൾ ഒഴിവാക്കണ്ട. മറ്റേ ബാഹുബലി പരിപാടി ഒന്നുമല്ല, ഇതൊരു സിമ്പിൾ ടാസ്ക് ആണ്. ഞാനത് അവിടെ പറയായിരുന്നു, എല്ലാവർക്കും വളരെ മാന്യമായ പരിപാടി കൊടുക്കും. ഞാൻ ആത്മീയമായി ജീവിക്കുന്നത്, ഞാൻ വരുമ്പോ തലയെ കൂടെ ചാട് വണ്ടക്കൂടെ അതെടുത്തൊഴിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം തലയിൽ ഇത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ബന്ധപ്പെടുത്താം. കാരണം നമ്മളിവിടെ തുലാഭാരമാണ് നടത്താൻ പോകുന്നത്. എന്നെ അല്ല, എന്റെ കിലോയ്ക്ക് വെക്കണമെങ്കിൽ സമയമെടുക്കും. പാറകല്ലാണ് കൊണ്ടുവരുന്നത്. ഇല്ല, നമുക്കൊരു ചെറിയ തോതിൽ ഒരു തുലാഭാരം നടത്താം. നമുക്കൊന്ന് പ്രോപ്പർട്ടീസ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഗെയിമാണ്. അപ്പൊ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചേച്ചിനെ നമ്മൾ ആ ഒരു തട്ടിലിരുത്തുന്നു. തട്ടിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമ്മള് ഇവിടെ പഴം കൊണ്ടുവച്ചിട്ടുണ്ട്, നാളികേരം ഉണ്ട്, തണ്ണിമത്തനുണ്ട്, ഇങ്ങനെ പല സംഭവങ്ങളും തുലാഭാരത്തിന് പറ്റാൻ വെയ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു പഴക്കൊലയാണ് നമ്മൾ വെക്കണമെങ്കിൽ ഏകദേശം എത്ര പഴക്കൊല വെച്ച് കഴിഞ്ഞാൽ തട്ട് താഴും എന്നുള്ളത് ഗസ് ചെയ്യണം ഹരിച്ചേട്ടൻ. ഈസി. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം തരും. അവിടെ നമ്മൾ മധുരം വെച്ചിട്ടുണ്ട്. അടുത്ത് പോലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കയ്പ് നീര് കുടിക്കേണ്ടി വരും. ജീവിതമേ കയ്പ് നീരാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓ ഓക്കെ, എന്നാ നമുക്ക് ചേച്ചിനെ ഇതിനകത്ത് ഇരുത്താം. ചേച്ചി ധൈര്യമായിട്ട് കഴിഞ്ഞു. നമുക്കിവിടെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നാളികേരം ഉണ്ട്, വാഴക്കൊല ഉണ്ട്, തണ്ണിമത്തനുണ്ട്. ഇതിൽ എന്ത് വെച്ചിട്ട് ആദ്യം തൂക്കണം? നാളികേരം. നാളികേരം. ഓക്കെ, ഏകദേശം എത്ര നാളികേരം വെച്ചാൽ ഈ തട്ട് പൊങ്ങാൻ സാധ്യതയുണ്ട്? 200, 205, 210 നാളികേരം. ഓക്കെ, ഇത് ആര് പറക്കിട്ട് ഞാൻ പറക്കിടണോ? 200 ഉണ്ടല്ലോ ആ, പറക്കിടാൻ. ഞങ്ങള് സഹായിക്കണം. ഇത് ആര് പെറുക്കിയിടും? അത് ഭർത്താവിന്റെ ജോലിയാ. പോട്ടെ, പരിപാടി തീർത്തിട്ട് വീട്ടിൽ പോകേണ്ടതുകൊണ്ട്. എത്ര തേങ്ങ ഇട്ടാല് ഈ തട്ട് താഴും എന്ന് ചോദിച്ചപ്പോ ഹരിചേട്ടൻ പറഞ്ഞത് ഒരു 200 തേങ്ങ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതിപ്പോ ഏകദേശം കറക്റ്റ് ആവും എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാരും കൂടെ ഒരു കൈ സഹായത്തിന് എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. കൗണ്ട് ചെയ്യണം കേട്ടോ. എൺപത്തിരണ്ട്, 83, 84, 85, 88. ജയിച്ചില്ല. 121. അല്ല, ഓക്കെ ഓക്കെ. ഇത്ര വെയിറ്റ് ഒക്കെ ഉള്ളോ? 117. അപ്പൊ ഞാൻ കയ്പിനീര് കുടിക്കേണ്ടി വരും. അപ്പൊ താങ്ക് യു ബോയ്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഒരു 200 തേങ്ങയോളം വേണ്ടി വരും എന്നായിരുന്നു ഹരിച്ചേട്ടൻ. പക്ഷെ ഒരു 118 ആയി കഴിഞ്ഞപ്പോഴേക്കും തട്ട് 117 ആയിരുന്നു കറക്റ്റ് ആയിട്ട്. അപ്പൊ ഹരിച്ചേട്ടാ ചെറുതായിട്ടൊന്ന് കയ്പ് നീര് കുടിക്കേണ്ടി വരും. ഇതിലൊന്നും മധുരമല്ല, ഇതെല്ലാം കയ്പാ. നമ്മുടെ ആദ്യത്തെ ഗെയിമില് നമ്മുടെ ജോൾസൺ ബ്രോ തോറ്റുപോയിരിക്കുകയാണ്. ആദ്യത്തെ പ്രവചനം തെറ്റി. ഇനിയിപ്പോ രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ എന്തെടുക്കണം നിത്യ? എന്തെടുക്കണം? പഴം, വാഴക്കുല. ഇത്ര കുല വെച്ചാൽ ഈ തട്ട് താഴും. ഇത്ര കൊലയല്ലേ ഉള്ളൂ, 6 കൊല. ഓക്കെ, എന്നാ എടുത്തു വെച്ചോ. ഹരിച്ചേട്ടൻ തന്നെ എടുത്തു വെച്ചോ. ചേട്ടാ അത് പഴമില്ല, കാളമുണ്ട മാത്രമേ ഉള്ളൂ.
എണ്ണം പോലും കളയരുത്. നീ കുറച്ച് ദിവസം ഒന്ന് ഡയറ്റ് ഒന്ന് ഇതാണ് കൊല, ബാക്കിയുള്ള മോഹം മാത്രമേ ഒരു ഉള്ളൂ. കൊലയാണ്. എത്രയായി? 4. അത് വെച്ചാ തീർന്നു. അത് വെച്ചാ തീർന്ന് അത് വെച്ചാ അഞ്ചാവുമ്പഴേക്കും താഴും. അതിലിപ്പോ 6 കൊല്ലേ പറഞ്ഞത്. ഇന്നിട്ട് പൊങ്ങിയാ മതി നമുക്ക്. ഇതാ വലുത്. ഹരിയണ്ണ കണക്കും പ്രകാരം ശരിയാണെങ്കിൽ വാഴ അടക്കമോട്ടുണ്ടായിരുന്നു. നിക്ക് ഇത് ശരിയാക്കി വെക്കട്ടെ. ഹരിയണ്ണനെ അടിക്കും കൈ. രണ്ട് കൊല ഒരു കൊലയിലെ കൂട്ടാൻ പറ്റുള്ളൂ. ഇതിലും കൂടി സാധനം ഉയർന്നില്ലെങ്കിൽ ഇതാവുമ്പോ കറക്റ്റ് ആയി. ജ്യൂസ് തന്നെ ഗ്ലാസ് കൂടി കടിച്ചിട്ടുണ്ട്. ഇപ്പൊ പൊളിച്ച് 8 കൊല. 8 കൊല വരത്തില്ല, 6 വരൂ. അതൊന്നും പറയാൻ പറ്റില്ല. ഒരവസരം കൂടി കൊടുക്കാം, ആ. കയ്പ് ജ്യൂസ് കുടിക്കാം. അതാണ് അതിന്റെ ശരി. കയ്പ് കുടിക്കാൻ ഒരു അവസരം അല്ല, പകുതി കയ്പ പകുതി മധുരം അങ്ങനെ എടുക്കുക. എനിക്ക് അറിഞ്ഞൂടാ സത്യം ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ശർക്കര പാനിയത് ഇതെല്ലാം കയ്പാന്ന്. ഇപ്പുറത്ത് അടുത്ത് കഴിക്കും. ഞാൻ കുടിച്ചു നോക്കി. എന്നെ വിശ്വാസമില്ലേ? എന്തായാലും ഹരിയണ്ണ ആ കൊലയുടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യം വരും. ഈ കണക്ക് പോവുകയാണെങ്കിൽ. അങ്ങനെ പഴക്കൊലയും നമ്മളെ പരാജയപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ലാസ്റ്റ് ഒരു ഒറ്റ ചാൻസ് ഉള്ളത് അല്ല, ഇത് വേറെ എന്തെങ്കിലും മത്സരങ്ങൾ വെച്ചു കുഴപ്പമില്ല. ലാസ്റ്റ് ഇനി തണ്ണിമത്തനിലാണ് നമ്മുടെ പരീക്ഷണം. എത്ര തണ്ണിമത്തം വെച്ചാൽ ആ 14, 15, 16 ഇടയ്ക്ക് സമയമില്ല. അത് പറ്റൂല, അത് പറ്റൂല. കൃത്യം ഒരു നമ്പർ. 15 ഫിക്സ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾക്ക് പ്രവചിക്കാനൊക്കെ പറ്റും. 15 ഫിക്സ്. അരിച്ചേട്ടാ ഇതിലും കൂടെ തോറ്റാ നാണക്കേടാ കേട്ടാ. 16 രണ്ടിലും ഇറങ്ങിക്കട്ടെ. 16 ആണേ. നമുക്കൊരു കാര്യം ചെയ്യാം. 15ഓ 16ഓ ആണെങ്കിൽ വെറുതെ വിടാം, അതെ. അല്ലേ? നിർബന്ധമില്ല. ഇത് 15 അല്ലെങ്കിൽ 16. അവിടുന്ന് പിന്നെ മാറാനൊന്നും പറ്റില്ല. 2 ചേട്ടാ ചില തണ്ണിമത്തനൊക്കെ സെറ്റ് ഇട്ടത് ആത്തൊന്നുമില്ല. ഞാൻ സഹായിക്കാം. ഇപ്പൊ എത്ര എണ്ണമായി? 5. 2, 3, 4, 5, 6. ഇട്ടതിനെ തിരിച്ചു വെക്കാൻ പറ്റില്ല കേട്ടാ. 10. അനക്കൊന്നുമില്ല, ഒരു രക്ഷയില്ല. വീണ്ടും കയ്പ് നീര് കുടിക്കുമോ ഇല്ലയോ എന്നുള്ള ഭീതിയിൽ ഇതാ തുടരുകയാണ്. 11. ഇവിടെ 14. ഇതിലെ ചെറിയത് കൊണ്ട് തന്ന അതാണ് പ്രശ്നമായത്. 15. 15ആയി. അയ്യോ, അപ്പൊ ഇത് എടുത്ത് കുടിച്ചോ. ഇനി അത് എടുത്തേരാ. എളുപ്പം അതാ. 16. ഇനി ഇവിടെ ചില അവസരം കൂടി കൊടുക്കും. ഒരെണ്ണം കൂടി ഇടും. ഒരെണ്ണം കൂടെ. അത് പറ്റില്ല. കഴിഞ്ഞു തോറ്റു. അയ്യേ പപ്പി നീ കാണുന്നത് ചേട്ടാ അങ്ങോട്ട്. കമോൺ. 21 അങ്ങനെ ലാസ്റ്റ് തണ്ണിമത്തന്റെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ചേട്ടാ ഫ്രണ്ടിലോട്ട് കുടിക്കും. എല്ലാരും കാണട്ടെ. അവിടെ നിന്ന് ഒളിച്ചു കുടിക്കുന്ന എന്തിനാ? അങ്ങനെ വാശിയേറിയ പ്രവചന മത്സരത്തിൽ വടംവലി മത്സരത്തിൽ തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഹരിച്ചേട്ടൻ കയ്പ് നീരൊക്കെ കുടിച്ചു. പാവം. ഇതൊക്കെ എന്തിനാ? ആർക്ക് വേണ്ടിട്ടാ? എനിക്ക് വേണ്ടിയല്ലേ. ഇത്തിരി കയ്പ് നീര് കുടിച്ചോട്ടെ. എന്റെ സ്നേഹമയ്യായ ഭാര്യ. എന്തെല്ലാം കയ്പ് കുടിച്ചാലും പിന്നെ ഞാൻ ഈ ഹരിയനോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷവതിയാണ്. അല്ല, ഇതിപ്പോ നമ്മള് തമാശക്ക് പറഞ്ഞാണ്, ഇത് പക്വതയുള്ള ഫാമിലി കേട്ടാ. ഞങ്ങളൊന്നും അത്ര പക്വത ഇല്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വെറുതെ നമ്മളൊരു ഫണ്ടിന് വേണ്ടിട്ട് ചെയ്താണ്. നിങ്ങൾ നന്നായിട്ട് അതിനകത്ത് സഹകരിച്ചു. അപ്പൊ കൂടെ നിന്നവരെ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. അടിപൊളി. നമുക്ക് അടുത്ത വേറൊരു പരിപാടിയായിട്ട് വീണ്ടും കാണാം സ്റ്റേജില്. താങ്ക് യു. ഞാനും എന്റെ ആളിന്റെ
രമ്യ ചേച്ചിയും ദേവൻ ചേട്ടനുമാണ്. വെൽക്കം ടു ദി സ്റ്റേജ്. മാനം തോൽക്കണ പെണ്ണുണ്ടെന്നേ പണ്ടാര് ചൊല്ലിയ നെഞ്ചുണ്ടെന്നേ പ്രണയാർദ്രം ചൊരിയും മിഴിവായി നമ്മൾ ചേരുന്ന നേരങ്ങൾ ഓരോ പാട്ടിന്റെ ഓളത്തിൽ അങ്ങ് പോയതാ. പാട്ടിന്റെ മൊത്തത്തിലൊരു ഓളമാണ്. ബർത്ത്ഡേ നടക്കുന്നു, കല്യാണം നടക്കുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണ്ടേ? കുഞ്ഞിക്കാലിന്റെ കാര്യം പറയുന്നത്. കാരണം രശ്മിയെ പോലെ കോഴിക്കാല് കണ്ടു അവള് സന്തോഷം. ഞാനത് കണ്ടിരുന്നപ്പോ എപ്പിസോഡ് കണ്ടപ്പോ സത്യം എനിക്ക് ദേവേട്ടൻ അങ്ങനെ ഗിഫ്റ്റ് ഉള്ള സത്യസന്ധമായി പറയാം, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ച് ഇതുവരെ തന്നിട്ടില്ല സത്യം. പക്ഷെ അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങനെ പറയും, ദേവേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇല്ല, വെഡിങ് ആനിവേഴ്സറി വന്നിട്ട് ഗിഫ്റ്റ് ഇല്ല. പക്ഷെ അപ്പൊ പറഞ്ഞു ഞാനേ ഒരു ഗിഫ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ ഗിഫ്റ്റ്? ഇതാണ് ഡയലോഗ്, ഭയങ്കര സൈക്കോളജിക്കൽ ഡയലോഗ് ഒക്കെ പറഞ്ഞ് നമ്മളെ ഫ്ലാറ്റ് ആക്കുക. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന കറക്റ്റ് സത്യമായിട്ട് നടന്ന കാര്യം, വെഡിങ് ആനിവേഴ്സറി വന്ന് വൈകിട്ട് KFC പോയി ഒരു 4-5 ബക്കറ്റ് കൊണ്ട് ഉപയോഗിച്ച് ഇതാണ് നിന്റെ ഗിഫ്റ്റ്. പിന്നെ എനിക്ക് ചിക്കനാണ് ഏറ്റവും ഇഷ്ടം, ഈ ചിക്കന്റെ കാല്. ആ ബക്കറ്റ് കിട്ടിയ പിന്നെ ഭവതി ഒരു അക്ഷരം ഉരിയാടിയോ? ഇല്ല. ഞാനപ്പോ ഇത് കേട്ടോണ്ടിരുന്നപ്പോ സത്യം ഞാൻ ചിക്കന്റെ എപ്പോഴും പിള്ളേരും ചേട്ടനോടെ കളിയാക്കി ഇത് പറഞ്ഞിട്ട് അവിടെ കണ്ട എന്നെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇവരിപ്പോ എന്തായാലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലെ കോഴി മുഴുവൻ നിന്ന് കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിഞ്ഞിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഫേസ് വന്നു അല്ലെ. പ്രത്യേകിച്ച് ഒരു സിംഗിൾ മോം ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ലെ മറ്റൊരു ഫേസിലേക്ക് വന്നു. അപ്പൊ ആ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സമയം ഇപ്പോഴത്തെ സമയം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യോ? അത് ഞാൻ എന്റെ മാറ്റം പറഞ്ഞേക്കാം. എന്റെ ജീവിതത്തിൽ കല്യാണത്തിന് ശേഷം ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി. ഞാൻ മൊത്തത്തിൽ മാറിയെന്ന് വേണേ പറയാം. കേവലം 75 കിലോ കൊണ്ടിരുന്നു ഞാനിപ്പോ 85 കിലോ. അപ്പോ മുട്ടക്കറിയും അവിയലും മീൻകറി എന്ത് വേണ്ട സർവ്വ ഗുലാബിയും വെച്ചു ഞാനതെല്ലാം കുഴച്ചടിക്കും. ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 4 കറിയെങ്കിലും ഉണ്ട്. അതെ, അവിയലും ഒരു മീൻകറി, ഒരു മീൻ വറുത്തത് ഒഴിക്കാൻ ഒക്കെ ഉണ്ട്. അച്ചാറും പപ്പടവും തൈരും എന്തെങ്കിലും. അപ്പൊ അതൊന്നും വല്ല പ്രശ്നം, അതൊക്കെ ഇരിക്കട്ടെ. അവസാനം ഈ ചട്ടി വരും, മീൻചട്ടി, അതിനകത്തേക്ക് ചോറിട്ടുള്ള ഒരു പരിപാടി. ചേട്ടോ ഇവിടെ അത് എന്റെ പരിപാടിയായിരുന്നു. ആദ്യം വന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇത് രാത്രിയാകുമ്പോ ഇവരുടെയൊക്കെ കഴിപ്പ് കഴിയുമ്പോൾ ലാസ്റ്റ് ഈ ബാക്കി വരുമല്ലോ, അതെല്ലാം കൂടെ ചട്ടി ഇട്ട് പുരട്ടി കഴിക്കലാണ് എനിക്ക് ഇഷ്ടം. അതാണ് സത്യം ഇഷ്ടം. അപ്പൊ വേസ്റ്റും ആവൂല. ഞാൻ അപ്പൊ ഇവര് പറയും വേസ്റ്റ് ബാസ്കറ്റ് ആണ് അമ്മയെന്ന് പറഞ്ഞ് കളിയാകും. അപ്പൊ ദേവേട്ട് ഭക്ഷണത്തിനോട് സത്യസന്ധമായി പറയാം, ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണ് ഇത് നല്ല ആസ്വദിച്ച. ഞാൻ പറയും നിങ്ങളെല്ലാം കഴിച്ചിട്ട് മുറിയിപ്പിക്കും, ഞാൻ സമാധാനമായിട്ട് ആ ചട്ടിയിലിട്ട് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കട്ടെ. പക്ഷേ ഇപ്പൊ ആ ചട്ടി എനിക്ക് കിട്ടാറില്ല. സത്യസന്ധമായിട്ട് പറയുന്ന കാര്യം അല്ലെ, മക്കളുടെ അടുത്ത് രഹസ്യമായിട്ടെങ്കിലും വിളിച്ച് ചോദിച്ചോ, ഇപ്പൊ ആ ചട്ടി കിട്ടൂല. മീൻകറിയുടെ ചട്ടി, മീൻകറി ഇരിപ്പുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും അതിനെ വേറെ പാത്രത്തിലാക്കി മാറ്റിയിട്ട് ചട്ടിക്കകത്ത് അത് പിടിക്കാന്ന് മാത്രം. അപ്പൊ അത്രയും വലിയൊരു മാറ്റം സംഭവിച്ചില്ലേ? പിന്നെ ജീവിതത്തിൽ സത്യത്തില് ഒരു മനുഷ്യന് സംഭവിക്കേണ്ട മാറ്റം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ആന കുതിര മാറ്റങ്ങളെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? അമേരിക്കയിൽ നിന്ന് വന്ന മനുഷ്യൻ ചട്ടി ചോറ് കഴിക്കാറായില്ലേ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഷോ കഴിയുമ്പോ ഇവിടെ ഏറ്റവും അധികം ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഉള്ളി വെച്ചേക്കായിരിക്കും. എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ കലാകാരനായി മാറാൻ പോകുന്ന ആള് ദേവേട്ടനെ ആരെങ്കിലും സിനിമയിൽ വിളിച്ചോണ്ട് പോകുമോ? ഞാനും അത് മനസ്സിൽ വിചാരിച്ചു. സാധ്യതയുണ്ട്. നമ്മള് ഇവർക്ക് വേണ്ടിട്ട് ഒരു കുഞ്ഞു ഗെയിം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ. അല്ല ഞാൻ പറയട്ടെ, ആഫ്റ്റർ മാരേജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ ഉത്തരം തന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചട്ടിയുടെ കാര്യത്തിൽ അത് കഴിഞ്ഞു. അല്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ്. അത് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ദേവേട്ടൻ വന്നതിന് ശേഷം ആഫ്റ്റർ മാരേജ് എനിക്ക് കിട്ടി. മറ്റേത് ആ ഒരു സംഭവം ഒട്ടുമില്ലായിരുന്നു. ഞാനും ആ 2 മക്കളും ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഇതാണ്. അത് എനിക്കത് കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം. സുരക്ഷിതത്വ ബോധം. അല്ല അത് അവളുടെ നല്ല മനസ്സുകൊണ്ട് അവളങ്ങനെ പറഞ്ഞത് സെക്യൂരിറ്റി ഫീലിംഗ് അവൾക്കാണ് ഉണ്ടായത്. പലപ്പോഴും അവരൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഈ സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ നമുക്കാണ് ഉണ്ടാകുന്നത്. നമുക്കൊരു പട്ടം ഇങ്ങനെ ആകാശത്തിന് പറന്ന് നിൽക്കുമ്പോൾ
അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പട്ടം ഇങ്ങനെ ആകാശത്തിന്റെ ഉയരങ്ങളിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു ചരട് താഴെ ഒരാളുടെ കയ്യിലിരിക്കുക. ഈ ചരട് പൊട്ടിപ്പോയാൽ ഈ പട്ടം പോയി, അത് എവിടെ പോകുന്നൊരു പിടിയില്ല. അതുപോലെ ഇങ്ങനെ പൊങ്ങി പറന്ന് നടക്കുന്ന ഒരു പട്ടപാട്ടാണ് ഞാനാണ്. ആ കയറ് ഞാനങ്ങ് ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അവളില്ലെങ്കിൽ ഈ പട്ടം പോക്കാം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അങ്ങനെ പട്ടവും ചരടും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി തരണമെന്ന് തോന്നും. പ്രോപ്പർട്ടി കൊണ്ടുപോവാ. ഞാൻ ഗെയിം എന്താന്ന് പറയാം. അതായത് നമ്മൾ ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അത് നിങ്ങളിൽ ആരാണ് അത് എന്നുള്ളത് നിങ്ങൾ ഇത് പൊക്കി കാണിച്ചു. ആരാ ആദ്യം ചോദിക്കാൻ പോകുന്നത്? നിത്യ ചോദിക്കാൻ പോവാണ്. ഓക്കെ, ചോദിച്ചോളൂ. നിങ്ങൾ രണ്ടാളിലും ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ആൻസർ കറക്റ്റ് ആണോ? നേരത്തെ പറഞ്ഞ് റൊമാൻറ്റിക് ഫേസ് ആണ് ഇൻസ്റ്റാഗ്രാം കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിലെ ആരാണ് സിനിമ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ മൂവി കാണുന്നത് ആരാണ്? ആഹാ, അയ്യോ, തെറ്റിപ്പോയി. രണ്ടുപേരും പരസ്പരമാണ് പറഞ്ഞത്. കാരണം ഞാനല്ലേ അവളെ കൊണ്ടുപോകുന്നു, അവളല്ലേ എന്നെ കൊണ്ടുപോകുന്നു. അല്ല, ഞാൻ വെച്ചെന്താ, ദേവേട്ടൻ രാത്രി മുഴുവൻ ഇരുന്ന് OTT മൂവീസ് കാണും. 3 മണി 4 മണി വരെ. പുള്ളി ഉറങ്ങുന്ന ടൈം ഇപ്പോഴും അമേരിക്കൻ ടൈം മാറിയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഉറക്കോ, ആ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ദേവേട്ടൻ കിടക്കുന്ന 4 മണിക്കും കണ്ട, എഴുന്നേക്കുന്ന 11 മണി. ഞാൻ സിനിമ കാണാൻ നമ്മൾ വിചാരിക്കാം, സിനിമയല്ല. ദേവേട്ടൻ എന്താ കാണുന്നത്? അറിയാൻ ആഗ്രഹിക്കുന്നു. ദേവേട്ടൻ എന്താണ് കാണുന്നത് ഈ വെളുപ്പിന് 4 മണി വരെ? അശ്വതി, റീൽസ്. വല്ലപ്പോഴും ഇംഗ്ലീഷ് മൂവി ഞാൻ കാണുന്നേ ഉള്ളൂ. കാരണം മലയാളത്തിലൊക്കെ ഞാൻ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഇംഗ്ലീഷ് മൂവി കാണുന്നത്, അത്രേ ഉള്ളൂ. ഇവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും നമ്മൾ ഈ ഷോ തീർന്നാലും തീർന്നില്ലെങ്കിലും നമുക്ക് ആ പോയി ആ 3.5 സെന്റ് സ്ഥലം ഒന്ന് കാണും. എന്റെ ഒരു ആഗ്രഹമാണ്. ജോണി ചേട്ടാ, അതിന്റെ വേറൊരു തമാശ എന്താണെന്നറിയോ? ആ വസ്തു മേടിച്ചതിന്റെ ലോൺ ഞാൻ ഇപ്പോഴും അടച്ചോണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോൺ അടയ്ക്കുന്ന ഡേറ്റ് ആവുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ കെട്ടാൻ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഈ ലോൺ എടുപ്പിക്കണമായിരുന്നു. അത് ശരി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭയങ്കര പക്ക ബിസിനസ്സുകാരനാണ്. നിങ്ങളിൽ ആരാണ് ബാത്റൂം സിംഗർ? മൊത്തത്തിൽ സിംഗർ ഒരാളെ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ രഹസ്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നത്? സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ആർക്കാണ്? രഹസ്യം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? അതിപ്പോ ഒരു സർപ്രൈസ് ആണെങ്കിലും രണ്ടുപേരുടെ വിചാരം അവനവനാണെന്നാണ്. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ എന്നോട് പറയാനുണ്ട്, ഇനിയും ബാക്കിയുണ്ട്. എടുക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാനിപ്പം പറയാം, നീ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇത് ആരോടും പറയരുത്. പ്രത്യേകിച്ച് ആ ഗോപകുമാറിനോട് പറയുന്നത്. ഗോപകുമാറിന്റെ കോൾ എനിക്ക് വ്യത്യാസം കിട്ടും. എവനെ വിളിച്ചിരുന്നു ആ പറഞ്ഞു അതേപോലെ. അപ്പൊ രഹസ്യം ഒന്നും അവിടെ സൂക്ഷിക്കാറില്ല. അപ്പൊ എല്ലാം ഓപ്പൺ മൈൻഡാണ് മൊത്തത്തിൽ. ഞാൻ ദേവേട്ടനല്ലേ ഇപ്പൊ കാണിച്ചത്? അയ്യോ, എനിക്ക് തെറ്റിപ്പോയതാ. ദേവേട്ടനാ രഹസ്യം സൂക്ഷിക്കുന്നത്, ഞാനല്ല. എനിക്ക് തെറ്റിട്ട് കാണിച്ചപ്പോ തെറ്റിപ്പോയതാ. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി തെറ്റിപ്പോയി. അല്ല, രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഭർത്താവ് എന്നുള്ള നിലയില് എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവൾക്കൊരു വിഷമം ഉണ്ടാകുന്ന കാര്യം, കൊച്ചു കൊച്ചു ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ഞാൻ ഓടിപ്പോയി പറയാറില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു ഭർത്താവ് എന്നുള്ള ഒരു ഷോക്ക് അബ്സോർബർ ആകേണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാതെ അതൊക്കെ വരുമ്പോൾ ഞാനതങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ അത് പിന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അല്ല എന്തുകൊണ്ടത് പറയാ, അത് ഒരുപക്ഷെ ഞാൻ പറയാനേ പോകത്തില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലെ വൈറ്റ് ലൈസ്. ദേവേട്ടൻ മാക്സിമം ദേവേട്ടൻ ടെൻഷനുള്ള ഒന്നും എന്നോട് പറയാറില്ല. ദേവേട്ടൻ പറയുന്നത് നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ദേവേട്ടൻ എല്ലാം ഷെയർ ചെയ്യുന്ന മക്കളുമായിട്ടാണ് തോന്നുന്നു. കുട്ടികളെല്ലാം അറിയും. കാരണം അവര് എപ്പോഴും ഇരുന്ന് ഭയങ്കര രഹസ്യം പറിച്ചില്ല 3 പേരും കൂടെ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഇവരങ്ങ് നിർത്തും. എന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ ചോദിക്കാൻ പറയാം, അത് അമ്മ കേട്ട ചുമ്മാ ആവശ്യമില്ലാത്തതിനൊക്കെ ടെൻഷൻ എടുക്കും, അതുകൊണ്ട് പറയാത്ത. അല്ല, അത് മറ്റൊന്നുമല്ല. സ്കൂളിലെ കാര്യങ്ങൾ അവരെന്നോടൊന്ന് പറയും. ഇങ്ങനെ ആ ടീച്ചർ ഇത് പറഞ്ഞു, ഈ പയ്യൻ ഇത് പറഞ്ഞു, അല്ല കൊച്ചങ്ങനെ പറഞ്ഞു. അപ്പം
എന്തെങ്കിലും ഒരു പന്തികേട് സ്കൂളിൽ ഉണ്ടായാൽ അമ്മയുടെ ചെവിയിലെത്തിയാൽ അമ്മ അപ്പോൾ ടീച്ചറെ വിളിക്കും, ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അത് വേണ്ട, കുട്ടികൾക്ക് അത് വേണ്ട, ജസ്റ്റ് അവർക്ക് സംസാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്നോട് സംസാരിക്കും. അതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, സീക്രട്സ് അല്ല മകളെ. നിങ്ങൾ നല്ല മാതൃകാ ദമ്പതികളാണ്. താങ്ക് യു. അല്ല താങ്ക് യു, താങ്ക് യു. അതെ അത് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് അങ്ങനെ ഒരുപാട് പോട്ടെ. കാലം. സന്തോഷം. ഒരുപാട് കാലം സന്തോഷിച്ച് അങ്ങ് പോട്ടെ. കൊച്ചു ജീവിതം, ഇനി കുറച്ച് സമയമുള്ളൂ. ഇനി അടിച്ചു പിരിഞ്ഞിരിക്കാൻ സമയമൊന്നുമില്ല. ഈ ദേവയുടെ മുമ്പേ പറഞ്ഞില്ലേ അങ്ങനെ സമ്മാനങ്ങളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചിക്കന്റെ സമ്മാനങ്ങൾ എന്ന് പറയുന്ന ഈ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് കിട്ടുന്ന അതില്ല. അല്ലാതെ പുള്ളി വെറുതെ ഇരിക്കുമ്പോ നമുക്ക് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ വേങ്ങളുണ്ട്. അല്ലാതെ ഒരു മറ്റൊന്നും കൊണ്ടല്ലേ ശരി. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബർത്ത്ഡേ വന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, ആ സമയത്ത് ഞാൻ സമ്മാനം വാങ്ങിച്ച് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാനവിടെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ വന്നാലോ അവർക്കൊരു മനസ്സിൽ വിഷമമായിട്ട് വരും. അതെ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാല് എനിക്ക് അങ്ങനെ പ്രത്യേക ഒക്കേഷൻ വേണ്ട. ഞാൻ എന്തെങ്കിലും ഇപ്പം അമ്മുന് പറ്റിയ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് പോയി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണ് അതങ്ങ് ചെയ്യും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. മക്കളുടെ ബർത്ത്ഡേ ഒക്കെ കറക്റ്റ് പുള്ളി അവർക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഓർത്ത് വെച്ച് ഞാൻ പോലും അറിയില്ല ഈ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് മക്കളുടെ രണ്ടുപേരുടെ ബർത്ത്ഡേക്ക് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ലേ? പക്ഷെ കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ആ എന്തൂസിയാസവും എന്തെങ്കിലും കാണുമ്പോഴുള്ള ആ നോവൽറ്റിയും ആ എക്സൈറ്റ്മെന്റും അത് അവർ ഇപ്പൊ അനുഭവിച്ചില്ല, പിന്നെ അവർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അല്ല, പക്ഷെ ആ കൂടെ ഇവിടെ അതൊന്നും വേണം. കാരണം ആ ഒരു സന്തോഷം അനുഭവിക്കേണ്ട ആളല്ലേ. എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടി, എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ തരാത്ത കേട്ടോ. ഇനിയിപ്പം December 7 വെഡിങ് ആനിവേഴ്സറി വരും. എന്തായാലും ഗിഫ്റ്റ് കൊടുത്തുള്ള കാര്യമല്ല. ഇനി ഇത് കേട്ടോ, ഇവിടെ ആരെന്ത് കൊടുത്താലും നമുക്കൊരിക്കലും വിജയനെ ഒന്നും തോപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ നെഞ്ചത്ത് ടാറ്റു ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മറക്കരുത്. മിക്കവാറും അടുത്ത വിജയന്റെ കുട്ടിയുടെ ബർത്ത്ഡേ വരുമല്ലോ, അതായിരിക്കും മൊത്തത്തിൽ. ഒന്നാമത്തെ കാര്യം അതാ, ഒരുത്തൻ ടാറ്റു അടിച്ചു, ഒരാള് ടാജ്മഹൽ. ഇതിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്യാനായിരുന്നു? അല്ല, അത് മാത്രമല്ല എന്നെ ദേവേട്ടൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല. സീരിയസ് ആയിട്ട്. അയ്യോ, അത് ഞാൻ ഞങ്ങൾ ഈസി ആയിട്ട് ഒപ്പിച്ചുതരാം. അല്ല, പ്രപ്പോസ് ചെയ്തില്ല. ദേവേട്ടൻ പ്രപ്പോസ് ചെയ്ത ആരോടാന്നറിയോ? മക്കളോടാണ് ദേവേട്ടൻ പ്രപ്പോസ് ചെയ്തത്. എന്റെ ബർത്ത്ഡേയുടെ അന്ന്, November 1 എന്റെ ബർത്ത്ഡേ. കേരളപ്പിറവിയുടെ അന്ന് എന്റെ ബർത്ത്ഡേ November 1 ബർത്ത്ഡേ. നേരത്തെ പറയാത്തെ നമ്മളിവിടെ കേരളപ്പിറവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റാംബോ ഒക്കെ നടത്തിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ ബർത്ത്ഡേ ആണ് പോലും ഇവരെ കൊണ്ട് അങ്ങ് ചെലവിപ്പിക്കാറുണ്ട്. അല്ല, അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് 20 നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ബർത്ത്ഡേയുടെ അന്ന് ഈ ദേവേട്ടനും മക്കള് ഞങ്ങളെല്ലാവരും ഡിന്നറിന് പോയിട്ട് അവിടെ വെച്ച് മക്കളോട് ആ ദേവേട്ടൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അമ്മയെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് നിങ്ങളുടെ ചേട്ടൻ ചോദിച്ചത്. അത് ഭയങ്കര രസകരമായ ചോദ്യമൊക്കെ ആയിരുന്നു. ഫുഡ് കഴിക്കാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് നല്ല നല്ല സ്മാർട്ട് ആളുണ്ട് കുട്ടികളാണ്. അപ്പോൾ ഈ ഞാനെന്ന് പറഞ്ഞ ഈ കഥാപാത്രം അവരുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അവരും കൂടെ സഹിക്കണ്ടേ. അപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുത്തെ താളം മുഴുവൻ തെറ്റും. നമുക്ക് ഈ ശ്രീമതി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്നെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കുടുംബത്തിന് താളം തെറ്റും. അങ്ങനെ താളം തെറ്റിക്കാനല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. താളാത്മകത ഉണ്ടാക്കാനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അല്ല ജോണി ചേട്ടാ, നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, നമ്മൾ ഭാര്യയെ നമ്മൾ വീട്ടുകാരി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ വീട്ടുകാരൻ എന്ന് വിളിക്കും. പക്ഷെ എനിക്ക് അവളെ വീട്ടുകാരി എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. കാരണം നമുക്ക് വീടില്ല. അവളിങ്ങനെ 3 സെന്റും 1 മുറിയും പറഞ്ഞ് കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് 3 സെന്റ് എന്റെ ലൈഫിൽ ഉണ്ടായ കുറെ അനുഭവങ്ങളുണ്ട് ജോണി ചേട്ടാ. ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠമാണല്ലോ പിന്നീട് നമ്മളെ ജീവിതത്തിൽ. അപ്പം ആ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എടുത്തൊരു തീരുമാനം, എന്റെ പേരിൽ എനിക്ക് 1 മുറിയെങ്കിലും ഒരു സെന്റിലായാലും എന്റെ പേരിൽ എനിക്ക് വേണം. അപ്പോ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതാ എന്റെ വീട്ടുകാരി എന്ന് ചിലപ്പം നാടൻ ഭാഷ പറയണമെന്നുണ്ട്. പക്ഷേ ഇതാ എന്റെ ഫ്ലാറ്റുകാരി എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വീടില്ല, വീട്ടുകാരി എന്ന് പറയാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ കേരളപ്പിറവിയൊക്കെയാണ്, പിന്നെ ഇപ്പം ബർത്ത്ഡേ ആണ്, എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ വക കാര്യങ്ങൾ വരുമെന്നറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ. കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, എന്താ പറയണേ, എൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന ആളെ കുറിച്ചുള്ള ഒരു ഫീലിങ്സ് കൂടെ പറയണമല്ലോ. എന്താ വയലാറിന്റെ ഒരു പാട്ടുള്ളത് ചോദിച്ചേട്ടാ, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ഞാൻ പാടിപ്പോയ കുളവാ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം,
ഈ തീരത്തിനി ഒരു ജന്മം കിട്ടുമോ? ഇല്ല, അങ്ങനെ ഒരു പാട്ടല്ലേ? ചേട്ടാ, ഈ പാടിയ പാട്ടും ആ സിനിമയും തമ്മിലേ ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട്. കൊട്ടാരം വിൽപ്പനയ്ക്ക്. എനിവേ, ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, യെസ്, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ജനിക്കണം, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണം, അച്ഛനെ തിരിച്ചു കിട്ടണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന, ഇവളെ ഒരു 100 ജന്മത്തിൽ കൂടെ കിട്ടണം എന്നുള്ളതാണ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ അപ്പോ ഞാൻ ഇവർക്ക് ഒരു 3 സെന്റും ഒരു മുറിയും പണിതിട്ടുണ്ട്. അപ്പോ എനിക്കുള്ള എന്റെ ധൈര്യമായിട്ട് വീട്ടുകാരി എന്ന് വിളിക്കണമല്ലോ. അപ്പോ ഞാൻ ആ പണിത ഒരു മുറിയുടെയും 3 സെന്റിന്റെയും താക്കോല് ഞാനും ഏൽപ്പിക്കും. കൊടുക്കണ വീട് അമ്പോ, ഇത് പൊളിച്ചല്ലോ. ഇത് വീടല്ല, ബംഗ്ലാളാളാവ്. ഇത് ബംഗ്ലാവാണല്ലോ. ഇത് 3 സെന്റ് ആണോ ദേവേട്ടാ? ഇതാ 3 സെന്റ് ആണോ? അല്ലല്ലോ, ഇച്ചിരി കൂടുതലുണ്ട്. ഒരു മുറി 3 സെന്റ്. ഒരു മുറി 3 സെന്റ്. അതാ സംഭവം എന്താ? സത്യം പറ. അല്ല, സത്യം എന്ന് പറഞ്ഞാല് ഞാൻ അത് കായൽക്കരല്ല, അപ്പൊ വല്ല ഷൂട്ടിന് വല്ലതും കൂടെ ജീവിക്കാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോ ഷൂട്ടിന് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ എന്തിനെങ്കിലും ഒക്കെ വല്ല കൊച്ചു റിസോർട്ടോ അങ്ങനെയൊക്കെ ഉള്ള. അപ്പോ എനിക്ക് അന്നൊന്നും ഇന്ത്യയിൽ നിൽക്കാനുള്ള താല്പര്യമൊന്നുമില്ല. ഞാൻ സ്പെയിനിൽ പോകില്ലേ, അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയാണ്. അപ്പം പിന്നാണ് എനിക്കൊരു ജീവിതവും ഭാര്യയും കുടുംബവും ഒക്കെ വന്നത്. അപ്പോൾ അത് അവളെ എങ്ങേപ്പിക്കാം, വീട്ടുകാരിയല്ലേ. അപ്പോൾ 3 സെന്റ് ഒരു മുറിയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ദേവേട്ടാ. യമുന ചേച്ചി കണ്ടിട്ടില്ല ഈ വീട് മുമ്പേ? പിന്നെ ഷൂട്ടിങ്ങിന് കൊടുക്കാൻ വേണ്ടി പുള്ളി ബിസിനസ് ആവശ്യം. ഇത് നമ്മുടെ കല്യാണത്തിന് മുന്നേ കെട്ടുക, ഷൂട്ടും കാര്യത്തിനും വേണ്ടി. ഷൂട്ടിങ്ങിന് കൊടുക്കാനാന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പണിതോണ്ടിരിക്കുന്ന ഒരു വീടാണിത്. പക്ഷെ ഇത് ആക്ച്വലി എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു അത് വിൽക്കാൻ പോവാ, വിൽക്കും, ആരെങ്കിലും വന്നത് ഞാൻ വിൽക്കാൻ പോവാ. 3 സെന്റ് അല്ല, അതല്ല, 3 സെന്റിന് ലോൺ അടച്ചോണ്ടിരിക്കുക. ഞാനാ ലോൺ അടച്ചോണ്ടിരിക്കുക. ചേച്ചി നാളെ തന്നെ പോയി ഇത് തന്നെയാണ് അതിന്റെ ഒറിജിനൽ താക്കോലെന്ന് നോക്കി സാക്ഷിയുണ്ട്. പിന്നെ കേരളം മൊത്തം കണ്ടില്ല, ലോകം മൊത്തം കണ്ടില്ല. ഇനി മാറാൻ പറ്റൂല, ഇനി മാറാൻ പറ്റൂല. എന്തായാലും ഗംഭീരമാവട്ടെ, പുതിയ സമ്മാനവും പുതിയ ജീവിതവും എല്ലാം. എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവര് പൊളിച്ചില്ല. കാരണം അർജുനും മാധവും കൂടെ അതും പൊളിച്ചു. കാരണം പിന്നെ US-ലേക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്, മക്കളുടെ ഫുട് പ്രിന്റ് ഒക്കെ എടുത്ത് വെക്കും. അപ്പൊ അതുപോലെ ഈ വീട്ടിൽ ആദ്യം വെക്കുന്ന ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ കാൽപാദമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കാര്യം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഓൾറെഡി കൈയൊക്കെ ഇട്ടവര് അല്ല, നിങ്ങളല്ലേ ഇനി കാണണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. വെളുപ്പിട്ടല്ലേ ഷാജി ഇപ്പൊ തലയിടും. എന്നാ പിന്നെ ചെയ്തല്ലോ. എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കാരണം അവിടെ വെക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസില് എന്റെ ഭാര്യയുടെ കാൽപാദം ഉണ്ടെങ്കിൽ. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പൊ കാണുമ്പോ അറിയാം, പുള്ളികളി പോയി നിൽക്കാൻ. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ആർട്ടിസ്റ്റുകളെ വിളിക്കാം. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ. പക്ഷെ ലോൺ അടച്ചോണം. 3 സെന്റിന്റെ ലോൺ അടച്ചോണം. വരൂ. അപ്പൊ ഇതില് കാല് വെച്ചിട്ട് ചേച്ചിയുടെ ഒരു ഫുട് പ്രിന്റ് എടുക്കാൻ പോവാണ്. വരവായി നീ എൻ ജീവനിൽ തെളിവാനിലേ നിറതാരമായി പതിവായി നിൻ പിന്നാലെ മിഴിയോടിയോ കൊതിയോടെയോ തൊട്ടാലോ പൂവായി മാറും
ചേച്ചിയുടെ ഫുട് പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മോൾഡ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ ആദ്യത്തെ ഡെക്കറേഷൻ ആയിട്ട് ചേച്ചിയുടെ കാൽപാദം തന്നെ പതിയട്ടെ. അല്ല എനിക്ക് തോന്നുന്നു ഈ ഇതിലെ നമ്മള് ദമ്പതികളിലെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കുമല്ലോ അല്ലേ? അല്ല ജോബി ചേട്ടനൊക്കെയാണ്. ഏറെക്കുറെ വളരെ ഞെട്ടിച്ച് കളഞ്ഞു പിള്ളേരെ പോലും കേട്ടോ. അതെ പിള്ളേരെ തോപ്പിച്ചു കളഞ്ഞു. പിന്നെ സർപ്രൈസുകാരനൊക്കെ മെയ്ഡ് ഫോർ ഈച്ച് അതർ, മെയ്ഡ് ഇൻ USA എല്ലാം. ഓക്കെ, അപ്പം അടിപൊളി. എഗെയിൻ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ മനോഹരങ്ങളായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം. ഈ സ്നേഹവും സന്തോഷവും എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കട്ടെ. ടച്ച് ഗുഡ്. നമ്മുടെ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സ്റ്റെബിനും വിനീഷയും. ചെമ്മാനം തോൽക്കണ പെണ്ണുണ്ടെന്നേ, പണ്ടാരി ചൊല്ലിയ നെഞ്ചുണ്ടെന്നേ, പ്രണയാർദ്രം ചൊരിയും മിഴിവായി നമ്മൾ ചേരുന്ന നേരങ്ങൾ ഓരോന്നിതാ. നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ ഇവർ പറഞ്ഞായിരുന്നു ഇവർക്ക് എന്താണ് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ കുറെ കോമൺ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കണക്റ്റഡ് ആയത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ലൈഫിന്റെ വേറെ ഒരു ഫേസിലേക്ക് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം അങ്ങനെ ഭയങ്കര ഒരു മേജർ ചേഞ്ച് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ വിനീഷ? അങ്ങനെ പ്രത്യേകിച്ചൊരു മേജർ ചേഞ്ച് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട്. അല്ല യൂഷ്വലി നമ്മളിപ്പോ പറയാറുണ്ട്, നമ്മളിപ്പോ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല അയാൾ ഇപ്പൊ എത്രത്തോളം വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പൊ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? ഒരു സിമ്പിൾ എക്സാമ്പിൾ, കുളിക്കാൻ കയറി എത്ര സമയം എടുക്കും, കുളിച്ചു കഴിഞ്ഞാൽ തോർത്ത് എവിടെ ഇടും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇത് കൂടെ ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റെബിനൊന്നും താഴോട്ട് നോക്കി പറയുന്ന പോലെ നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഒരാള് മുന്നേ ഫോൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിഫറൻസിൽ നിന്ന് 24 hours നമ്മുടെ കൂടെ ഉള്ളൊരു ഡിഫറൻസ്. അല്ലാതെ ലൈഫിൽ എനിക്ക് മേജർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ലൈഫിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു വർഷം അല്ലെ കല്യാണം 1.5 വർഷം, ഈ 1.5 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഓ ശരിക്കും നമ്മൾ ഒരുമിക്കേണ്ടവർ തന്നെയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്? അല്ല അത് ആക്ച്വലി അത് ഞങ്ങള് തന്നെ പറയുമ്പോ അതൊരു സുഖമല്ലോ. അല്ല നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത്. വിനീഷയുടെ ഫ്രണ്ട്സ് വിനീഷയോട് പറയാറുണ്ട്, വിനീഷ നീ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടി എന്ന്. ഇവളുടെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, ചോദിച്ചു നോക്ക്, ഞാൻ നോണ പറയുന്നല്ല. അല്ലാട്ടോ അത് ശരിയാണ്. ഇന്നലെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, കൃഷ്ണശ്രീ ചേച്ചി. അപ്പൊ ചേച്ചി ഇങ്ങനെ നമ്മൾ പണ്ടിങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമല്ലോ, ഇങ്ങനെയുള്ള അപ്പിയറൻസ് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ കോളേജിലെ ഡിസ്കഷൻ അതൊക്കെയാ. തമിഴ് വിചാരിച്ചു ഒരു ഭയങ്കര അതല്ല, അതിപ്പോ വായനോണ്ടും ഡിസ്കഷൻ ഒന്നും ഇല്ലാത്ത. പിന്നെ അതുപോലെ അത്യാവശ്യം ട്രാവലിംഗ് അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ട്രാവൽ ചെയ്യാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. നമുക്കൊന്ന് ബീച്ചിൽ പോവാം, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബീച്ചിൽ പോകാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അത് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ബീച്ചിലെ ക്രൗഡ് ഇഷ്ടമല്ല, ബാക്കിയുള്ള ഇപ്പൊ മോളിൽ പോയി കഴിഞ്ഞാൽ ക്രൗഡ് കുഴപ്പമില്ല, ബീച്ചിലെ ക്രൗഡ് ഇഷ്ടമില്ല. ബീച്ചിലെ കാറ്റടിച്ച തലവേദന ഒരു പ്രത്യേക രീതിയിൽ എനിക്കറിയത്തില്ല. ഉള്ളടക്കത്തിൽ അമലയ്ക്കും ഇതേ അസുഖമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ മുഴുവനെ കിട്ടിയ സ്ഥിതിക്ക് എന്തോ പണി തരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, പിള്ളേർക്ക് കാര്യം പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെ. നമ്മള് വളരെ ബേസിക് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സ്ലേറ്റും പെൻസിലും നമ്മുടെ പ്രോപ്പർട്ടി കൊണ്ടുവരൂ. അപ്പൊ നമ്മൾ ഇവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാൻ പോകണം. നമ്മൾ ഇവരോട് കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ടുപേരും ആൻസർ എഴുതണം. പരസ്പരം കാണിക്കാൻ പാടില്ല. നിങ്ങളത് ക്യാമറയിലേക്ക് കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം. അശ്വതി, ഡോക്ടർ എഴുതുന്ന ആർക്ക് മനസ്സിലാവാനാ? ശരിയാട്ടോ, ഡോക്ടർ എഴുതുന്ന ആർക്ക് മനസ്സിലാവാ അങ്ങനെ പറയണ. യൂഷ്വലി നമ്മൾ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പാടില്ല എന്നാണ്, മനസ്സിലാവാത്ത രീതിയിൽ എഴുതാൻ പാടില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ഓരോ ലെറ്റേഴ്സും ഇപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്നാണ്, ഓരോ ലെറ്റേഴ്സ് ആയിട്ട് എടുത്ത് എഴുതണം. അങ്ങനെയാണ് ബൈ റൂൾ പറയുന്നത്, അങ്ങനെ എഴുതണമെന്നാണ്. ഇന്ന് വരെ ഒരു ഡോക്ടർ അങ്ങനെ എഴുതി നമ്മൾ കണ്ടിട്ടില്ല. മെഡിക്കൽ ഷോപ്പുകാർക്ക് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും. അത് നമ്മൾ ഒരു പ്രാവശ്യം വരച്ചാൽ നമ്മൾ ചുമ്മാ അപമാനിക്കുകയാണ്. അല്ല, നമ്മൾ ചുമ്മാ ഒരു പേപ്പർ എടുത്ത് കുത്തി വരച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്താലും ആ മരുന്നെടുത്ത് വരും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ,
നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ആരാണ്? ഇത് മരുന്നിന്റെ പേരാണല്ലോ എഴുതുന്നത്. സെറ്റായിരുന്നോ? അത് രണ്ടുപേരും കോമൺ ആൻസർ അതിപ്പോ ഞാൻ പറയണമെന്നില്ല. ചേട്ടൻ ഇപ്പൊ ഫോളോവേഴ്സിന് തന്നെ അറിയായിരിക്കും. ഫുൾ ടൈം ഓൺലൈനിൽ ഉണ്ടാവും. എപ്പോഴും കാണുമല്ലേ? ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? റൈസ് ആൻഡ് കറി. റൈസ് ചോറാണ്. എനിക്ക് 3 നേരം ചോറ് കിട്ടിയാൽ ഞാൻ ആസ്വദിച്ച് കഴിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഡോക്ടർ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? 3 നേരം ചോറ് കഴിക്കുന്നത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അല്ല, വിനീഷ കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് കഴിക്കുന്നത്. ഇവിടെ അങ്കമാലിക്കാർ എങ്ങനെയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ചോറാ കഴിക്കുന്നത്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുഞ്ഞു പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആരാണ്? ഒരേ ആൻസർ. കള്ളക്കളി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരേ ആൻസർ അല്ലേ ഇത്? ആണോ? ഒരേ ആൻസർ ആണ്, പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. പറ്റത്തില്ല, ഞാനാ സമ്മതിക്കത്തില്ല. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ അടി ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഇടയില് നന്നായിട്ട് കള്ളം പറഞ്ഞ് ബലിപ്പിക്കാൻ അറിയുന്ന ആർക്കാണ്? ഇങ്ങനെ ചോദിക്കണോ? ഇങ്ങനെയൊക്കെ ചോദിക്കണം. ചേട്ടായി, ഞാൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കള്ളനാണ്. അല്ല, ഞാൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കള്ളം പറയും. ഞാൻ ഇവളോട് മാത്രമല്ല, അങ്ങനെ കള്ളം പറയുന്നല്ല, ഭയങ്കര ഒറിജിനാലിറ്റിയോടെ പറഞ്ഞു ഫലിപ്പിക്കും. ഓക്കെ, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ ഐ ലവ് യു എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരാണ്? അതിപ്പോ ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും വിളിക്കുമ്പോഴാണെങ്കിലും അത് കൂടുതൽ പറയുന്നത് ആരാണ്? വിനിഷയ്ക്ക് ഇത്ര കൺഫ്യൂഷൻ ആണോ? ഓ, ചേട്ടായി ആണ് റൊമാൻറ്റിക്. അത് ചേട്ടായി അല്ല റൊമാൻറ്റിക്, ചേട്ടായി വെറുതെ ഐ ലവ് യു അല്ല. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഐ ലവ് യു പറയും. ഞാൻ ഏറ്റവും ആദ്യം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാനൊരു ഐ ലവ് യു പറയും. ഞാൻ അറിയാറില്ല കേട്ടോ. അത് അറിയാറില്ല, അതെന്റെ പ്രശ്നമല്ല. ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വിനിഷയ്ക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്താണ്? ചേട്ടായി. ചേട്ടായി. അതിപ്പോ 8 കാല് തൊട്ട് എന്തും ആവാം അല്ലെ? ഒരു വസ്തു ആവാം, എന്തെങ്കിലും ഇൻസിഡന്റ് ആവാം, എന്തായാലും പേടിയുള്ളത് എന്താണ്? നോക്കട്ടെ. ഡാർക്ക്നെസ്. ഓ, ഇരുട്ട്. നിങ്ങൾ പൊളിച്ച. അതൊരു വലിയ കാര്യമാണ്. അല്ല, ഇത് ഇന്ന് നമ്മളൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആരോടാ പറഞ്ഞേ, ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്ന കാര്യം. എന്നോട് പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണെങ്കിലും 14ാമത്തെ നിലയിലാണ്. എന്നാലും ഞാൻ ഫ്ലാറ്റിലില്ല, ഞാൻ ഒന്ന് ഷൂട്ടുമായിട്ട് പുറത്തായിട്ട് എറണാകുളത്താണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ ഫോൺ വെക്കില്ല, പേടിച്ചിട്ട് ഫോൺ വെക്കില്ല, വെളുക്കെ വരെ സംസാരിച്ചോട്ടിരിക്കും. ഞങ്ങൾ സംസാരിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ ആക്കും ഭയങ്കര പേടിയാ രാത്രി. ഞാനപ്പോ രാത്രി ഷൂട്ട് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ടൊക്കെ 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, എച്ചൂന് ഞാൻ ആരാന്ന് മനസ്സിലായോ? അപ്പൊ പറയും, എന്താണ്? അല്ല, ഞാൻ ആരാന്ന് കറക്റ്റായിട്ട് പിടി കിട്ടിയ കുട്ടിക്ക് ഉണ്ടായിട്ടിരിക്കട്ടാ. ഞാൻ സാജു അല്ല, വൈറ്റില് വണ്ടി ഇടിച്ച് മരിച്ചൊരു സോമനാന്ന് പറഞ്ഞു. ഒറ്റ കരച്ചിൽ കഴിഞ്ഞിട്ട് ആ ഏരിയ ഉള്ള എല്ലാ വീട്ടിലും ലൈറ്റ് ഇട്ടു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓടിപ്പട്ടം ചെല്ലുമ്പോ ലൈറ്റ് ഇടുമ്പോ ഞാൻ ഒരു ഏങ്ങല് കേൾക്കാം. എനിക്ക് ലൈറ്റ് ഇട്ടപ്പോ കട്ടിലിന്റെ മൂലയിൽ ഒരു കയ്യിൽ കൃഷ്ണനും ഒരു കയ്യിൽ ബൈബിളും വിരലിൽ കൊന്തയായിട്ടിരുന്ന് കരയുവാ. പേടിയാ. അപ്പൊ അന്ന് ഞാൻ പിന്നെ പേടിപ്പിക്കില്ല എന്ന് ഓർത്തിട്ട് പിന്നെ ബാത്റൂമിൽ കുളിക്കാനൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ബാത്റൂമിന്റെ ഡോർ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സെക്കൻഡ് അനങ്ങിയില്ല. പിന്നെ ഞാൻ ഇടിച്ചൊക്കെ കൊടുത്ത് മുതുകത്തിട്ട് അപ്പോഴാണ് റെഡിയായത്. പിന്നെ ഞാൻ ഇതുവരെ പേടിപ്പിച്ചിട്ടില്ല.
ഇനി ഇതുപോലെ ഇനി പേടിച്ചിട്ടാവൂല നിങ്ങൾ ഇപ്പൊ പോയി കിടക്കേണ്ടി വരും. അയ്യോ, വേണ്ടാട്ടോ. ആ ആളാണ് രാത്രിയൊക്കെ പിണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി പൊക്കളായിട്ടോ വല്ല എടുത്തോണ്ട് പോകുന്നു ഗേറ്റ് വരെ പോകൂല. ഓക്കെ, അപ്പൊ എന്തായാലും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നുള്ളത് നിങ്ങളും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എപ്പോഴും ആലോചിക്കും ഇന്ന് ഇതിനകത്തുനിന്ന് നമുക്കൊരു അടിപൊളി മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളിനെ നമ്മൾ അനൗൺസ് ചെയ്യും, പൊളിക്കും, തിമിർക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ എല്ലാവരും വന്നിട്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഓരോ സംഭവങ്ങളും മൊമെന്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ളത് താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ വീണ്ടും ആലോചിക്കണം, ഇവിടെ പലരും ഉണ്ട്. അപ്പൊ കട്ടക്ക് പിടിക്കാനുള്ള ഐറ്റംസ് ആയിട്ട് വന്നോണം. ഇതൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പോലും മത്സരമല്ലാത്തൊരു മത്സരം ഇതിനടി കൂടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. Cadbury Ice Cream Love has many flavors and East Tea co-presents. ഞാനും എന്റെ ആളും co-powered by Pooja Ragini, Dazzler Eternal, Way to Stardom.